ഹായ്, വെൽക്കം ബാക്ക് ടു അയ്യൻ്റെ കിച്ചൺ. ഇപ്പോൾ പച്ചപ്പട്ടാണി സീസൺ ആയതുകൊണ്ട് തന്നെ ധാരാളം കിട്ടുന്നുണ്ട് കേട്ടോ, ഇതുപോലെ ഫ്രഷ് ആയിട്ട്. ഞാൻ ഇടയ്ക്കൊക്കെ 2 കിലോ വാങ്ങി ഇതുപോലെ ഒന്ന് തൊലിച്ചിട്ട് ബോക്സിലാക്കി ഫ്രീസറിൽ വെക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2 മാസത്തേക്കൊക്കെ ധാരാളം എടുത്ത് ഉപയോഗിക്കാൻ പറ്റും, കേടാവില്ല. സീസണൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വാങ്ങിക്കാൻ പോകുമ്പോൾ കുറച്ചധികം റേറ്റ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഇതുപോലെ ഫ്രോസൺ പീസാക്കി വെക്കുകയാണെങ്കിൽ 1 വർഷത്തേക്ക് നമുക്ക് കേട് കൂടാതെ ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ അധികം റേറ്റ് കൊടുത്ത് പുറത്ത് കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമില്ല കേട്ടോ, ഇതുപോലെ ഒന്ന് ചെയ്ത് വെക്കുകയാണെങ്കിൽ. ഞാനിവിടെ ഇപ്പോൾ 2 കിലോ പീസ് വാങ്ങിച്ചിട്ട് ഇതുപോലെ ഒന്ന് തൊലിച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി അതിൽ കുറച്ച് മാറ്റി വെച്ചിട്ട് ഇപ്പോൾ തൊലിച്ചതാണ് കേട്ടോ. രാത്രി തൊലിച്ച് ഇതുപോലെ കണ്ടെയ്നറിലാക്കി ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു. ഇപ്പോൾ ഇത്രയും ഉണ്ട് കേട്ടോ, 2 കിലോ തൊലിച്ചിട്ട്. ഫ്രോസൺ പീസ് റെഡിയാക്കാനായിട്ട് നമുക്കിത് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് വേവിക്കണം. അതിനായിട്ട് ഞാനിവിടെ കുറച്ചധികം വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. പീസ് തൊലിച്ച് 3-4 തവണ നല്ല വൃത്തിയായിട്ട് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഉപ്പ് അലിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിലോട്ട് നേരത്തെ തൊലിച്ച് വെച്ചിരിക്കുന്ന പീസ് ചേർത്ത് കൊടുക്കാം. എല്ലാവരും വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, പക്ഷെ ഞാൻ എന്നും ഇതുപോലെ വെള്ളത്തിലോട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ് പട്ടാണി ഒന്ന് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതാ മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് കുറച്ചധികം പട്ടാണി ഉണ്ടെങ്കിൽ വലിയ പാത്രത്തിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ട് ഇതുപോലൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. നമുക്കിതുപോലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അടച്ച് വെച്ച് ഇത് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഞാനിത് തിളപ്പിക്കുന്നില്ല. പട്ടാണി ഇട്ട് കൊടുത്ത് 5 മിനിറ്റ് കഴിഞ്ഞതും ഇതുപോലൊന്ന് അടപ്പ് മാറ്റിക്കഴിഞ്ഞാൽ പട്ടാണി മുകളിൽ പൊന്തി നിൽക്കുന്നത് കാണാം. വെള്ളം തിളച്ചിട്ടില്ല കേട്ടോ, തിള വരുന്നതേ ഉള്ളൂ. ചെറിയ ബബിൾസ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും. നന്നായിട്ട് ഇത് ചൂടായിട്ടുണ്ട് കേട്ടോ, ആവി വരുന്നുണ്ട്. ഈ സമയത്ത് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കാം. ഇതിനി ഒരു കിച്ചൺ ടവലിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചൂടും പിന്നെ ആ വെള്ളമൊക്കെ പോയതിനു ശേഷം ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് സ്റ്റോർ ചെയ്യാവുന്നതാണ്. പക്ഷെ ഞാനിതിപ്പോൾ ചുരുങ്ങാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് വെള്ളത്തിലോട്ട് നമ്മൾ നേരത്തെ ഡ്രെയിൻ ചെയ്ത് വെച്ചിരിക്കുന്ന പട്ടാണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിപ്പോൾ ഐസ് ക്യൂബ് കുറവേ ഉള്ളൂ കേട്ടോ, ഏതായാലും ചൂടൊന്ന് പോയിക്കോട്ടെ എന്ന് വെച്ചിട്ട് ആദ്യം ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഒരു 5 മിനിറ്റ് ഇതുപോലൊന്ന് വെച്ച് പട്ടാണിയുടെ ചൂടൊന്ന് പോയതിനു ശേഷം വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ ഐസ് ക്യൂബ് കൂടുതലില്ലാത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുന്നത്. നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ കുറച്ചധികം ഈ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ട് 5 മിനിറ്റ് വെച്ചിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് നേരിട്ട് കിച്ചൺ ടവലിലോട്ട് ഇട്ട് കൊടുത്ത് വെള്ളം വാർത്തെടുത്താലും മതിയാകും. ഇതിപ്പോൾ ഐസ് ക്യൂബ് കുറവായതുകൊണ്ട് തന്നെ ഒന്നുകൂടെ ഞാൻ ഐസ് വാട്ടറിൽ പട്ടാണി കുറച്ച് നേരം ഇട്ട് വയ്ക്കുന്നുണ്ട്, നന്നായിട്ടൊന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. പട്ടാണിയുടെ ചൂട് നന്നായിട്ടൊന്ന് പോയി കഴിഞ്ഞാൽ വെള്ളം വാർത്തെടുത്താൽ മതിയാകും. ഇതിപ്പോൾ പട്ടാണിയുടെ ചൂട് മുഴുവൻ മാറിയിട്ടുണ്ട് കേട്ടോ. കളറ് മാറുകയോ അതുപോലെ തന്നെ ചുരുങ്ങുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്നുകൂടെ ഈ വെള്ളം ഒന്ന് ഡ്രെയിൻ ചെയ്തിട്ടെടുക്കാം. ഇനി ഇത് നല്ല വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വെള്ളം മുഴുവനും ഒപ്പിയെടുക്കാം. എന്നിട്ട് ടവലിൽ നന്നായിട്ടൊന്ന് പരത്തി ഇട്ട് കൊടുക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ ചൂട് സമയമല്ലേ, പട്ടാണി നന്നായിട്ട് ഡ്രൈ ആയി കിട്ടും. അങ്ങനെ 1-2 മണിക്കൂർ മാത്രം ഒന്ന് കാറ്റത്തിട്ടിട്ട് ബോക്സിലാക്കി വെക്കുകയാണെങ്കിൽ പട്ടാണി ചുരുങ്ങാതെ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും.
ഇതിപ്പോൾ 2 മണിക്കൂറിന് ശേഷമുള്ള വീഡിയോ ക്ലിപ്പാണ്. പക്ഷെ ഞാനിതിപ്പോൾ നന്നായിട്ട് ഉണക്കിയിട്ടാണ് സ്റ്റോർ ചെയ്യാൻ പോകുന്നത്. രാത്രി വെച്ചിട്ട് അടുത്ത ദിവസം രാവിലെയാണ് നമ്മൾ കണ്ടെയ്നറിലേക്ക് മാറ്റാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ചെറുതായിട്ട് ഇതൊന്ന് ചുരുങ്ങും. ഞാനിവിടെ 5 കിലോ ഒക്കെ ഇതുപോലൊന്ന് റെഡിയാക്കി വെക്കും കേട്ടോ. അപ്പോൾ അടുത്ത സീസൺ ആവുന്നത് വരെയും എൻ്റെ ഫ്രീസറിൽ ഫ്രോസൺ പീസ് ഉണ്ടാവും. ഇതിപ്പോൾ 2ാമത്തെ തവണ ഉണ്ടാക്കുന്നതാണ്. ആദ്യം ഞാൻ ഉണ്ടാക്കി വെച്ചത് കാണിച്ചു തരാം. പുലാവിലോട്ടും മട്ടർ മസാല ഉണ്ടാക്കാനായിട്ടും പിന്നെന്താ സമൂസ ഫില്ലിങ്ങിലോട്ടും എല്ലാം ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെയും ബൈ. താങ്ക്